Good morning, guys. Welcome to Simply Gopika's YouTube channel. അപ്പം ഞാൻ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ നേരിട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ ഞാൻ വോയിസ് ഓവേഴ്സ് അല്ലേ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ എൻ്റെ 100ാമത്തെ ടേക്കാണ് കേട്ടോ ഇത്. എനിക്ക് ഇപ്പോഴും ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നിങ്ങനെ സംസാരിക്കാൻ എനിക്കറിയില്ല. എങ്ങനെയാണോ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് വ്ളോഗ് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിരിക്കും. അധികമൊന്നുമില്ല കാണിക്കാൻ, കാരണം ഇവിടെ ഞാൻ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാറില്ല. എനിക്കങ്ങനെ പണിയില്ല. ഓസ്ട്രേലിയ ചെല്ലുമ്പോഴായിരിക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുന്നത്. നിങ്ങളെ കാണിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ആണ് എൻ്റെ ലാസ്റ്റ് ഡേ ഇൻ ഷില്ലോങ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നാളെ പോവുകയാണ്. ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. എനിക്ക് ഈ സ്ഥലം ഭയങ്കര ഫേവറേറ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പാക്കിംഗ് ഒക്കെ ചെയ്യണം. ഇതുവരെ തുടങ്ങിയില്ല, ഇനി അതൊക്കെ ചെയ്യണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. സോ കമാൺ. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഗാർഡനിലുള്ളതൊക്കെ ചെടിച്ചട്ടികൾ. കണ്ടില്ല, ഇന്ന് മഴയുണ്ടായിരുന്നു. അപ്പം നല്ല കുളിച്ച് കുട്ടപ്പന്മാരായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ. രാവിലെ വന്ന് ഇവരെ കാണുമ്പം നല്ലൊരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഞാനിനി എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. കണ്ടില്ലേ, നല്ല മൊരിഞ്ഞ ദോശയും സാമ്പാറും ആയിരുന്നു. പിന്നെ മുട്ടയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് രാവിലെ ഈ കട്ടൻ ചായ നിർബന്ധമാണ് കേട്ടോ. എനിക്ക് പാൽ ചായനേക്കാളും ഇഷ്ടം എനിക്ക് കട്ടൻ ചായയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ വാട്ടർമെലൺ ജ്യൂസ് കുടിച്ചു കേട്ടോ. ഞാനിതൊരു വാട്ടർ ഈറ്റിംഗ് ഡേ ആണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് ഞാൻ കാണിച്ചതാണ്. അടുക്കളയിൽ നോക്കിയപ്പം അമ്മ ഇവിടെ തീയലുണ്ടാക്കുന്നുണ്ടായിരുന്നു. അമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള തീയൽ. ഞാൻ പോവുമല്ലേ, എനിക്ക് വേണ്ടിയിട്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നീടാണ് അറിഞ്ഞത് അമ്മയ്ക്ക് എന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു കഴിക്കാനായിട്ടെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു പോകുന്നതിന് മുന്നേ ത്രെഡിങ് കൂടെ ചെയ്തിട്ട് പോകാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി വരുത്തിച്ചാണ് ഈ ബ്യൂട്ടീഷ്യനെ. കാരണം ഇനി അവിടെ പോയി ചെയ്യാനുള്ള ടൈമൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. പിന്നെ ഞാൻ നേരെ എൻ്റെ പാക്കിങ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. എനിക്ക് അധികം ടൈമൊന്നും എടുക്കാറില്ല പാക്കിങ്ങിന്, കാരണം ഞാൻ ഓൾറെഡി നല്ല രീതിയിൽ തന്നെ ആയിരിക്കും എൻ്റെ തുണികളൊക്കെ മടക്കി വെച്ചിരിക്കുന്നത്. ഞാൻ പാക്കിങ്ങിൽ അത്യാവശ്യം എക്സ്പേർട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ ഒരുപാട് തവണ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. എന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഞാൻ ട്രാവൽ ചെയ്തിട്ടുണ്ട്. മിക്കപ്പോഴും അച്ഛനും അമ്മയും പുറത്തായതുകൊണ്ട് കോളേജ് വെക്കേഷനിലൊക്കെ ഞാൻ തന്നെ ആയിരിക്കും കേട്ടോ ഫ്ലൈറ്റിൽ കയറി പോകുന്നത്. അവിടെ ഞാൻ ഒരുപാട് ഒറ്റയ്ക്ക് പോയതുകൊണ്ട് എനിക്ക് പാക്കിങ് ഒരു വിഷയമേ അല്ല. അങ്ങനെ തുണികളൊക്കെ ഞാൻ അടുക്കി പറക്കി വെച്ചു. ഇനി കുറച്ച് അല്ലാണ്ടുള്ള ചെറിയ ചെറിയ ഐറ്റംസൊക്കെ എടുത്ത് വെക്കണം. അപ്പോഴേക്കും ലഞ്ച് റെഡിയായി കേട്ടോ. ഇതാണ് അമ്മ ഉണ്ടാക്കിയ സ്റ്റൂ കറിയും പിന്നെ തീയലും ഉണ്ടായിരുന്നു, ചോറുണ്ടായിരുന്നു, പിന്നെ ഇവിടുത്തെ വെണ്ടയ്ക്ക ഫ്രൈ ഉണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ കഴിച്ചു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിച്ചു കഴിഞ്ഞ് പകുതി ആയപ്പോഴാണ് ഈ ഓംലെറ്റ് കൂടെ വന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാം വയറും മനസ്സും നന്നായി നിറഞ്ഞു. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും അമ്മയും അച്ഛനും ഇങ്ങനെ ഗാർഡനിൽ ചുമ്മാ ഒന്ന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നടക്കാറുണ്ട് കേട്ടോ. അത് സ്ഥിരമുള്ള പരിപാടിയാണ്. അപ്പോൾ ഈ സമയത്താണ് അച്ഛൻ്റെ കഴിവുകളൊക്കെ കാണിക്കുന്നത് കേട്ടോ. ഇപ്രാവശ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചാടി അച്ഛൻ ആ തല ആ റൂഫിൽ മുട്ടിക്കുമെന്നാണ് പറഞ്ഞത്. കണ്ടില്ലെങ്കിലും നമ്മളത് വിശ്വസിച്ചോണം അങ്ങനെ മുട്ടിച്ചു എന്നുള്ളത്. അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായിട്ട് ഒന്ന് പുറത്തോട്ട് ഇറങ്ങിയതാണ്. ഇവിടുത്തെ അരാസൂല ഷോപ്സൊക്കെ കാണിക്കാനായിട്ട്. അച്ഛൻ വന്നിട്ട് ഇവിടെ ധാരാളം ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ വരുത്തി ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതിലുള്ള ഒരു കടയാണ് ഇത്. പിന്നെ നേരെ പോയത് ഈ ദോശാക്കോണെന്ന് ഞങ്ങൾ പറയും. ഇവിടെ ദോശ കിട്ടാറുണ്ട് കേട്ടോ, വലിയ മുരിഞ്ഞ ദോശ. ഇത് ഇനാഗുറേറ്റ് ചെയ്തത് അമ്മയാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു ഷോർട്ട് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ കോഫിയൊക്കെ കുടിച്ചു. ഇപ്പം വെറുതെ ഒരു ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അമ്മ കണ്ടില്ലേ ഡയറക്ഷനൊക്കെ കൊടുക്കുന്ന എങ്ങനെ നല്ല മുരിഞ്ഞ ദോശയൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ അത്രയൊക്കെയുള്ളൂ ഗായ്സ്. ഇനി ടൈമില്ല. ഇനി ഞങ്ങൾക്ക് റെഡി ആയിട്ട് ഡൈനിങ് ഔട്ട് പാർട്ടിക്ക് പോകണം. അപ്പോൾ സീ ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്.